ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം എൻ്റെ വീടിൻ്റെ കുറച്ചങ്ങോട്ട് ഗാർഡൻ ഏരിയ ഉണ്ട്. അപ്പോൾ ആ ഗാർഡൻ ഏരിയയിലെ പൂക്കൾ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് വന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടമല്ലാത്തവർ കണ്ട, ഇഷ്ടമായവർ എന്തായാലും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തോട്ട് അപ്പോൾ ഇതാണ് ആദ്യത്തെ നമ്മുടെ ചെടിയായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു ചെടി. ഇതാണ് അപ്പോൾ ആദ്യത്തെ നമ്മുടെ ചെടി. എനിക്ക് ഭയങ്കര ഇഷ്ടമായൊരു ചെടിയാണിത്. നമുക്ക് രണ്ടാമത്തെ ചെടീനെ പോയി നോക്കാം. ഇവിടെ കുറേ അതേപോലത്തെ ഉണ്ട് ഗൈസ്. അപ്പോൾ നോക്കിയാൽ നിങ്ങൾ എത്രയാ ഇവിടെ അതേപോലെ തന്നെ നല്ല രസമുണ്ട്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ കടക്കാം അല്ലേ, നോക്കാം. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ. ഇതിന് പൂവൊന്നും വന്നില്ല ഗൈസ്. അപ്പോൾ നമുക്ക് പൂവൊന്നും അപ്പോൾ നമുക്ക് വീഡിയോ ഒരു പൂവുണ്ടായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ പൂ, നല്ലൊരു ക്യൂട്ടാണ്. അപ്പോൾ നല്ല രസമുണ്ട്. ഇത് കുറച്ച് ഉണ്ടാവും, ഇവിടെയൊക്കെ ഉണ്ടാവും കേട്ടോ. നോക്കി ഇവിടെയൊക്കെ ഉണ്ടാവുന്നുണ്ട്, പക്ഷെ ഇത് ഉണ്ടായിട്ടില്ല. നമുക്ക് മൂന്നാമത്തേലോട്ട് കിടക്കാം. അടുത്തതായി തുളസിയാണ്. ഇതാ ഗൈസ്, ഇത് നല്ല ഗുണമുള്ളൊരു ചെടിയാണ്. പൂവൊന്നുമില്ല അല്ലേ, ഇതിന് ഒരു കുഞ്ഞു ഒരു ഇത് കേട്ടോ, നല്ല രസമുണ്ട്. ഇത് അതേ നമ്മുടെ വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് ഇതാക്കിയാൽ നല്ല രസമുണ്ടാവും. നമുക്ക് നല്ലതല്ലേ, ഇത് ദൈവത്തിൻ്റെ ഒരു ഇലയാണ്, നല്ലതാണത്. ഇനി നമുക്ക് നാലാമത്തേലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് നാലാമത്തേലോട്ട് കിടക്കാം. ഇതാണ് ഗൈസ്, നല്ലൊരു രസമുള്ളൊരു പൂവാണ്. ഇതിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ നല്ല രസമുള്ളൊരു പൂവാണ് ഗൈസ്. ആണോ, നല്ല രസമുള്ള കുറച്ച്. ഇത് കട്ടി റോസാണ് ഗൈസ്, പക്ഷേ നിങ്ങൾക്ക് ഫോണിൽ കാണുമ്പോൾ മറ്റേ റെഡ് പോലെ ഉണ്ടാവും. അപ്പം നമുക്ക് അഞ്ചാമത്തേലോട്ട് കിടക്കാം. കമോ, അപ്പം നമുക്ക് അഞ്ചാമത്തേലോട്ട് കിടക്കാം. വാ, ഇതാണ് അഞ്ചാമത്തെ ചെടി കേട്ടോ. ഇതാണ് സ്റ്റാർ പൂ കേട്ടോ, നല്ല രസമുള്ള കുഞ്ഞു കുഞ്ഞു മുത്തുമണികൾ പോലെ ഉള്ള ഒരു ഇതാണ്. അപ്പോൾ നമുക്ക് ഇത് നല്ലൊരു മറ്റേ മഞ്ഞ കളറാണ്, പക്ഷെ നിങ്ങൾക്ക് ഫോണിൽ കാണുമ്പോൾ ഒരു ചന്ദന കളർ പോലെയുണ്ട്. അപ്പോൾ നമുക്ക് ആറാമത്തേലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് ആറാമത്തെ കാണാമല്ലോ. വാ, ഇതാണ് ഗൈസ്, നല്ലൊരു പൂവാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു പൂവാണ്. നമുക്ക് അടുത്ത ഏഴാമത്തേലോട്ട് പോവാം. വാ, 7 നമുക്ക് കാണാം കേട്ടോ. വാ, ഇതാണ് ഗൈസ്, നല്ലൊരു മഞ്ഞ കളറിലെ പൂവാണ്, നല്ല രസമുണ്ട് കേട്ടോ. എട്ടാമത്തേലോട്ട് കിടക്കാം. അടുത്തത് ഗ്രാസ് ചെടിയാണ്. വാ, നമുക്ക് കാണിച്ചു തരാം. ഇത് കണ്ടു ഗൈസ്, നല്ലൊരു, നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഇളം ഇതായിരിക്കും, കളറായിരിക്കും, ഇളം പച്ചയായിരിക്കും കാണാം. പക്ഷേ ഫോണിൽ കാണുമ്പോൾ അങ്ങനെ ആയിരിക്കും, പക്ഷെ പുറത്തായിട്ട് തന്നെ നല്ല കട്ടി ഇതാണ് ഗൈസ്, നല്ല കട്ടി പച്ചയാണ്, നല്ല രസമുള്ളൊരു പൂവാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ കൈയൊക്കെ ഇങ്ങനെ ഒരു കുച്ചൽ പോലത്തെ. അപ്പം നമുക്ക് 9ാമത്തേലോട്ട് കിടക്കാം. അടുത്ത 9ാമത്തെയാണ്. അപ്പോൾ നമുക്ക് 9ാമത്തേലോട്ട് കിടക്കാം. 9ാമത്തെ ഇതാണ് ഗൈസ്. ഇത് ഞാൻ തുറക്കുമ്പോൾ നിങ്ങൾ കണ്ടോ, ഇത് വിരിഞ്ഞു വന്നില്ല കേട്ടോ, പക്ഷേ നല്ല രസമുള്ളൊരു പൂവാണ്. കണ്ടോ, ഇത് വിരിഞ്ഞ് വരുന്നേ ഉള്ളായിരുന്നു. അപ്പോൾ നമുക്ക് 10ാമത്തേലോട്ട്, 10ാമത്തെ ഒരു കുഞ്ഞു ചെടിയാണ്, നിങ്ങൾക്ക് കാണിച്ചിടാം. 10ാമത്തെ ചെടിയാണ്, ഒരു കുഞ്ഞു ചെടിയാണ്, ഞാൻ നട്ടൊരു ചെടിയാണ് ഗൈസ്. ഇതാക്കണ്ടോ, ഞാൻ കാർഡ്ബോർഡൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ആക്കിയിട്ടുണ്ടായിരുന്നു. നല്ല രസമുള്ളൊരു പൂവായിരുന്നു, രസമുണ്ടല്ലേ. അടുത്ത 11ാമത്തെയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് 11ലോട്ട് കിടക്കാം. ഇതാണ് ഗൈസ് 11ാമത്തെ, നല്ലൊരു ചെത്തിപ്പൂവാണ് ഗൈസ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞു മുത്ത് പോലത്തെ ഒരു ഇതാണ്. നമുക്ക് 12ാമത്തെ, അപ്പോൾ നമുക്ക് 12ാമത്തേലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് 12ാമത്തെ കാണണ്ടേ. വാ, ഇത് മറ്റേ ചെത്തിപ്പൂവിൻ്റെ വയലറ്റ് കളറിലാണ്. അവിടെ കണ്ട റെഡിൻ്റെ വയലറ്റാണ് ഗൈസ്, നല്ലൊരു രസമില്ല, നല്ല മുത്ത് മണി പോലത്തെയാണ്. 13ലോട്ട് കിടക്കാം. 13ാമത്തെ മുല്ലപ്പൂവാണ്. വാ, കണ്ടോ, നല്ല രസമില്ലേ. ഇത് മൊട്ടായിട്ടും ഉണ്ട്, താഴെ വരുന്നുള്ളായിരുന്നു. നമുക്ക് ഇതൊന്ന് നിർത്തി നോക്കാം. അപ്പോൾ നമുക്ക് 14ാമത്തേലോട്ട് കിടക്കാം. വാ,
14 ഇതാണ് ഗൈസ് നല്ല രസമുള്ളൊരു പൂവാണ് കേട്ടോ. കരിങ്ങ മറ്റേ ഇതില്ലേ അതിൻ്റെ ഒരു ചപ്പ് പോലെ ഉണ്ട്. നല്ല കണ്ടോ റെഡ് കളറിലൊരു പൂവാണ്. നമുക്ക് 15ാമത്തേലോട്ട് കിടക്കാം. വാ അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ഗാർഡനിലെ പൂക്കൾ കണ്ടില്ലേ. ഇനി നമ്മൾ ചുറ്റും ഒന്ന് നമ്മളെ ക്യാമറ ഇങ്ങനെ കറക്കി വിടും. എന്നിട്ട് നിങ്ങൾ കാണും എൻ്റെ പൂക്കൾ തികച്ചു. ഞാൻ കാണിക്കാത്ത പൂക്കൾ കുറേ ഉണ്ട്, എത്താത്ത പൂക്കൾ വരെയുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്നും കാണിക്കാം. വാ. അപ്പോൾ ഇവിടെ ഒരു പാതയാണ് ഗൈസ്. ഈ റബ്ബറൊക്കെ കിടന്നിട്ടാണ് ഞാൻ കോളേജിലൊക്കെ പോകുമ്പോൾ ഇതാക്കുന്നൊരു വഴിയാണ്. അതിൽ പോയാൽ ബസ്സൊക്കെ കയറിയിട്ടാണ് കോളേജിലൊക്കെ പോകേണ്ടത്. അപ്പോൾ ഈ പാതയൊക്കെ കീഴിട്ടാണ് റോട്ടുമ്പിൽ എത്തുക ഗൈസ്. അപ്പോൾ എൻ്റെ ഗാർഡൻ ഏരിയ എല്ലാവരും കണ്ടില്ലേ.